ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒരു ടൈറ്റ് ബഡ്ജറ്റ്, ഒരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ട് ആൻഡ് മൂന്നാമത് ടൈറ്റ് റിക്വയർമെൻറ്റ്സ്. ഞങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ഈ 3 ചലഞ്ചസും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഈ ചലഞ്ചസ് ആയിരുന്നു. 23 ലക്ഷം ബഡ്ജറ്റ്, 4 അടി വീതി വരുന്ന അപ്രോച്ച് റോഡ്, പെക്യൂലിയർ ഷേപ്പ് ആയിട്ടുള്ള പ്ലോട്ട്, 1.7 സെന്റ്, 3 അറ്റാച്ച്ഡ് ബെഡ്റൂം, 2 നില. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ചലഞ്ചസ്. ഹായ്, ഞാൻ ആർക്കിടെക്ട് അപർണ. ഞാൻ ആർക്കിടെക്ട് റോഡ്നി. ഡിസൈൻ ഗ്രൗണ്ട്സ് എന്നാണ് ഞങ്ങളുടെ ഫേമിൻ്റെ പേര്. എറണാകുളത്ത് ബോൾഗട്ടിയിലാണ് ഞങ്ങളുടെ ഓഫീസ് സ്ഥിതിയിരിക്കുന്നത്. ഈ 1.7 സെന്റ് ഹൗസ് ഞങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ പ്രോജക്ട്സ്, കമേഴ്ഷ്യൽ പ്രോജക്ട്സ്, ഹോസ്പിറ്റാലിറ്റി, ഇൻറ്റീരിയർ ഡിസൈൻ, ഇതെല്ലാമാണ് ഞങ്ങളുടെ സർവീസസ്. ഈ 1.7 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, 2 നിലയിൽ. ഇത് ചെയ്തിരിക്കുന്നത് ഡാൽവിന് വേണ്ടിയിട്ടാണ്. ഡാൽവിൻ്റെ ഫാമിലി, ഡാൽവിൻ്റെ അമ്മയും അനിയനുമാണ് ഉള്ളത്. ഇവർ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഫാമിലിക്ക് വരാൻ പോകുന്ന എക്സ്പാൻഷനും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും കൂടെ നമ്മൾ ഇതിൽ ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ഡാൽവിൻ. ഇത് ഞങ്ങളുടെ വീടാണ്. എറണാകുളം ജില്ലയിലെ തോപ്പുംപടിയിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. 1.25 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഭവനം ഉള്ളത്. ഇതിന് ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 23 ലക്ഷം രൂപയായി. ഇത് 1.25 സെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പ്ലാൻ, വ്യക്തമായിട്ടുള്ള പ്ലാൻ വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്തുള്ള എൻജിനീയേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴും അവർ പ്ലാൻ തന്നായിരുന്നു. പക്ഷേ അതും ഒരു ആർക്കിടെക്റ്റിൻ്റെ പ്ലാനും തമ്മിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു കുഞ്ഞു സ്പേസിലും 1.25 സെന്റ് സ്പേസിലും എന്തിനൊരു ആർക്കിടെക്റ്റ് വേണം എന്നുള്ള ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടായിരുന്നു. സാധാ ഒരു എൻജിനീയേഴ്സ് വരച്ചാൽ പോരെ. ആർക്കിടെക്ട്സ് എന്ന് വരയ്ക്കുമ്പോഴേക്കും എല്ലാവരുടെയും വിചാരം വലിയ കമേഴ്ഷ്യലായിട്ടുള്ള വലിയ ബിൽഡിങ്സും അതുപോലെ തന്നെ വലിയ പ്ലോട്ട് ഏരിയയിൽ ഡിസൈൻ ചെയ്യുന്ന അവരാണെന്നാണ് ഈ ആർക്കിടെക്ട്സ് എന്നുള്ള പൊതുവെയുള്ളൊരു വിചാരം. പക്ഷേ ഈ 1.25 സെന്റിൽ ആർക്കിടെക്റ്റ് വരച്ചപ്പോഴേക്കും ചെറിയ സ്പേസ് പോലും അവർക്ക് നല്ല രീതിയിൽ എനിക്ക് യൂട്ടിലൈസ് ചെയ്ത് തരാൻ പറ്റി. സാധാരണ ഒരു എഞ്ചിനീയർ വരച്ചപ്പോഴേക്കും ജസ്റ്റ് എൻ്റെ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ലിവിങ് ഏരിയ, ജസ്റ്റ് ആ വേണ്ട സാധനം അവർ തന്നു. പക്ഷേ ആർക്കിടെക്റ്റ് ആയപ്പോഴേക്കും അതിൻ്റെ ഓരോ മുക്കും മൂലയും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ആ സ്പേസിൽ എന്ത് ഉൾപ്പെടുത്തണം എന്നുള്ള A to Z കാര്യങ്ങളും എനിക്ക് ഇതിലൂടെ കിട്ടി. ഈ പ്ലോട്ടിൻ്റെ ഷേപ്പ് ഒരു ലീനിയർ ഫോർമാറ്റിലാണ്. ഇങ്ങനെയായിരുന്നു നമ്മളിത് ആദ്യം വന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇതിന് ചുറ്റിനും 2 നല്ല വീടുകളുണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് സൈറ്റ് അനാലിസിസ് ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഈ പ്ലോട്ടിലേക്ക് ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു ആക്സസ്. ഇതൊരു 4 അടി വീതിയുള്ള ഒരു പെഡസ്ട്രിയൻ എൻട്രി ആയിരുന്നു. ഇത് വെസ്റ്റ് ഫേസിംഗ് ആണ്. ഇതിൻ്റെ സൗത്ത് സൈഡിലൊരു പ്രൈവറ്റ് 3 അടി വീതിയുള്ള ഒരു ഇടവഴിയുണ്ട്. ഈ ഒരു ബെൻഡിലും ആ ഒരു ഇടവഴി കണ്ടിന്യൂ ചെയ്ത് ഈ പ്ലോട്ടിലേക്ക് പോവുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ആക്സസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഈ പ്ലോട്ടിന്റെ ഷേപ്പാണ്. ഇത് വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അതായത് ഒരു 7 സൈഡുള്ള ഒരു പോളിഗൺ ആണ് ഈ ഒരു സൈറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതും വെസ്റ്റ് ഫേസിങ് നമ്മുടെ മെയിൻ ആക്സസ് ആയ ഇടവഴിയിലേക്ക് വരുന്തോറും വീതി കുറഞ്ഞു വരുന്ന ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊരു വളരെ വീതി കുറഞ്ഞ ഒരു 4 അടി വീതിയുള്ള ഒരു ഇടവഴിയിൽ നിന്ന് വരുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഒരു വീടുകൾക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഉണ്ടാവില്ല. കാരണം ഒരു ഹ്യൂമൻ ഐ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ അത്ര സ്ട്രോങ് അല്ല. കുറച്ചും കൂടി ഒരു ഇൻറ്റീരിയർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു പ്ലാനാണ്, സൈറ്റ് പ്ലാനാണ്. ഇതിൽ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു 1.7 സെന്റ് പ്ലോട്ടാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ബിൽഡപ്പ് ഏരിയ നമുക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 അറ്റാച്ച്ഡ് ബെഡ്റൂം എന്നുള്ളൊരു റിക്വയർമെൻറ്റ്, അതിൽ അമ്മയുടെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം നമുക്ക്. മറ്റ് റിക്വയർമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മിനിമലായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ, നമ്മൾ എൻട്രി ചെയ്ത് കയറി വരുമ്പോൾ ലിവിങ് ആൻഡ് ഡൈനിങ് എന്നുള്ളൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇത് വേണം. കയറി വരുമ്പോൾ തന്നെ വളരെ ഇൻവൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രയർ ഏരിയ വേണം. അത് ഡാൽവിൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ ഡൈനിങ് ഏരിയ, ഒരു 6 സീറ്റർ ഡൈനിങ് ഏരിയ എങ്കിലും വേണം. കിച്ചനും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു എക്സ്റ്റേണൽ യൂട്ടിലിറ്റി ഏരിയ, ഒരു 2 വീലർ പാർക്കിംഗ്,
അതേപോലെ ഡാൽവിൻ്റെയും ബ്രദറിൻ്റെയും 2 ബെഡ്റൂം, അത് ഫസ്റ്റ് ഫ്ലോറിൽ അറ്റാച്ച് ബെഡ്റൂമായിട്ട്. ഇതൊക്കെയായിരുന്നു ഡാൽവിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഇതെല്ലാം ഒരു വളരെ ഹമ്പിളായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ തീർക്കണം. അതേപോലെ ഇത് അധികം ക്രാൻഡപ്പായിട്ട് തോന്നരുത്, ഇത്തിരി വലിപ്പം തോന്നിക്കണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ മുന്നിലുള്ള റിക്വയർമെൻറ്റ്സ്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ലിമിറ്റഡ് ഏരിയയിൽ ഒരു ബെഡ്റൂം, ഒരു അറ്റാച്ച് ബെഡ്റൂം അടക്കം ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇതെല്ലാം വരുമ്പോൾ ഓൾറെഡി ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്ന ഈ പ്ലോട്ടിൻ്റെ ഷേപ്പാണ്. ഈ പ്ലോട്ടിന് നമുക്ക് കാണാം ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. സോ നമുക്ക് മാക്സിമം ബിൽഡപ്പ് ഏരിയ ഇതിലും വേണം എന്നുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ഈ ഷേപ്പ് ഉള്ളത്, ലീഗൽ സെറ്റ് ബാക്സ് കഴിഞ്ഞ് ഉള്ളിൽ കിട്ടുന്ന എത്രയാണോ ഏരിയ അത് നമുക്ക് മാക്സിമം എടുത്തേ പറ്റും. അതായത് നമുക്കിതിനെ കറക്റ്റ് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ല വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ നമുക്കിവിടെ സ്പേഷ്യലി നമുക്കിതിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ഏരിയ നമുക്കിതിൽ നിന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ഉള്ള ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലൈറ്റാണ്. നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് കാണാം ഈ പ്ലോട്ടിൻ്റെ ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ഗ്രൗണ്ട് +1 ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു G+1 സ്ട്രക്ചറുണ്ട്, ഇവിടെയും ഗ്രൗണ്ട് ഫ്ലോർ +1 2 നില ബിൽഡിങ്ങുകൾ ചുറ്റിനും ഉണ്ട്. സോ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ലൈറ്റ് വളരെ കുറവായിരിക്കും. അത് ഒരു ചാലഞ്ചാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതും ഒരു ചെറിയൊരു ചാലഞ്ചായിരുന്നു നമുക്ക്. പിന്നെ ഇതെല്ലാം സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കാൻ വേണം. ബേസിക്കലി ഈ ചലഞ്ചസ് എല്ലാം ആയിരുന്നു നമ്മളെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡിസൈൻ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാക്സിമം ബിൽഡപ്പ് ഏരിയ കൊണ്ടുവരാനുള്ള സ്കോപ്പാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലീഗൽ സെറ്റ് ബാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം 2 മീറ്റർ നമുക്ക് വിടണം, സൈഡിൽ നിന്ന് നമുക്ക് 60 സെൻറ്റിമീറ്റർ നമ്മൾ വിടേണ്ടത്, ബാക്കിൽ 1 മീറ്റർ, ഈ സൈഡിലും 60. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ ആക്ച്വലി 450 സ്ക്വയർ ഫീറ്റാണ് പ്ലിന്ത് ഏരിയ വരിക. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ വാൾസ് ഉൾപ്പെടെയാണ്. അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു കാർപ്പറ്റ് ഏരിയ അതിലും കുറവായിരുന്നു. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് മാക്സിമം എങ്ങനെ ഇതിൽ കൂടുതൽ കിട്ടുമോ എന്നുള്ള ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് സെറ്റ് ബാക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേസ് ഏതാണ്? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു സൈഡാണ്, നോർത്ത് സൈഡ്. കാരണം ഒന്ന്, നമുക്കിവിടെ വെസ്റ്റ് സൈഡിലും സൗത്ത് സൈഡിലും നമുക്ക് ഇടവഴികളാണെങ്കിലും വഴികളുണ്ട്. സോ അതെപ്പോഴും ഒരു സോഴ്സ് ഓഫ് ലൈറ്റാണ്. നോർത്ത് സൈഡ് നമുക്ക് അങ്ങനെ ഒരു വഴിയില്ല. അതേപോലെ ഇവിടെ ഒരു 2 നില ബിൽഡിംഗ് ഉണ്ട്. സോ എനിവേ നമ്മളവിടെ വിൻഡോസ് കൊടുത്താൽ പോലും നമുക്ക് ആ ഒരു ലൈറ്റ് ക്വാളിറ്റി കിട്ടില്ല. സോ ആ ഒരു ഏരിയ നമ്മൾ വിത്ത് നെയ്ബേഴ്സ് NOC പെർമിഷനോട് കൂടെ തന്നെ നമ്മൾ ആ ഒരു ഏരിയ നമ്മുടെ ബിൽഡപ്പ് ഏരിയയിലേക്ക് നമ്മൾ എടുക്കുക ചെയ്തത്. പകരം നമ്മൾ ആ ഒരു ഏരിയയിൽ വിൻഡോസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ആസ് പെർ ഗവൺമെൻറ് റെഗുലേഷൻസ്. അങ്ങനെ നമുക്ക് ഈ ഒരു അഡീഷണൽ ഒരു 50 സ്ക്വയർ ഫീറ്റും കൂടെ നമുക്ക് ഈ 450 എന്നുള്ളതിന് ഒരു 500 സ്ക്വയർ ഫീറ്റിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏരിയ നമുക്ക് കൂടുതൽ കിട്ടി. ഇനി ആ കിട്ടിയ ഏരിയനെ നമ്മൾ പരമാവധി എങ്ങനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മളുടെ അടുത്ത ഡിസൈൻ മൂവ് എന്ന് പറയുന്നത്. ഇതിനെ ഓപ്റ്റിമം ഓരോ സ്പേസിലും ആവശ്യമായിട്ടുള്ള സ്പേസ് എത്ര, കോമൺ ഏരിയ ഏതൊക്കെ, പബ്ലിക് ഏരിയ ഏതൊക്കെ, അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ വീടിനൊരു സ്പേഷ്യൽ ഫീൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളൊരു ഓപ്പൺ പ്ലാൻ ലേഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ റൂമിനും അതിൻ്റേത് യൂസറിൻ്റെ ഫർണിച്ചർ റിക്വയർമെൻറ്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടാണ് ഏരിയ അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, ഇന്ന റൂമിന് ഇത്രയും സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതിന് പകരം ഒരു യൂസറിന് ആവശ്യമുള്ള ഒരു സ്പേസ്, അയാൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതാതായ ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ള ഒരു സ്പേഷ്യൽ ലേഔട്ടും ഏരിയ അലൊക്കേഷനാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദി ഫൈനലൈസ്ഡ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഈ പ്ലോട്ട്, ഈ ഹൗസ് ഒരു വെസ്റ്റ് ഫേസിങ് പ്ലോട്ടാണ്. ആദ്യം തന്നെ നമുക്ക് എൻട്രി സൈഡിൽ നിന്ന് തുടങ്ങാം. ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷൂ റാക്ക്, അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ്. ഇവിടുന്ന് നമ്മൾ കയറുമ്പോൾ ഈ മെയിൻ ഡോറിൽ നിന്ന് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്പേസ് ഒരു ഓപ്പൺ ലിവിങ് ആസ് വെൽ ആസ് ഒരു ഡൈനിങ് സ്പേസ് ആണ് നമ്മൾ കാണുന്നത്.
ഈ ഒരു ലിവിങ് സ്പേസിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ഇൻവൈറ്റിംഗ് പ്രെയർ ഏരിയ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു പ്രെയർ ഏരിയ ഉണ്ട് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ആൻഡ് ദെൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 3 സീറ്റർ സോഫ. ദെൻ ഒക്കേഷണലി എന്തെങ്കിലും ഒരു എക്സ്ട്രാ സീറ്റിംഗ്, ഒരു 2 ചെയർസ് ഇടാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി വെസ്റ്റ് സൈഡ് നമുക്കിവിടെ ഒരു മിനിമൽ വെരി സ്ലീക്ക് ആയിട്ടുള്ള ഒരു സിമ്പിൾ TV യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കയറി വരുന്ന ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു സിംഗിൾ സ്ലോപ്ഡ് ഒരു സ്റ്റീൽ സ്റ്റെയർ കേസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കണക്ടിവിറ്റി പാത്ത്. ആ പാത്തിനോട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ ഈ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ സ്ലോപ്ഡ് സ്റ്റെയർ കേസ് കൊടുക്കാനുള്ള കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു 7 ഫീറ്റ് അതിൻ്റെ കീഴിൽ കിട്ടുന്ന പോലെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ സ്ലീക്ക് സ്റ്റെയർ കേസിൻ്റെ കീഴിൽ ഒരു 7 അടി ഹൈറ്റ് എത്തുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ വാഷ് ബേസിനും അതിനോടടുത്ത് തന്നെ ഒരു ചെറിയ ക്രോക്കറി സ്പേസ്, ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ ഈ സർക്കുലേഷൻ പാത്ത് ഇതിലൊന്നും ഒരു ഹിൻഡ്രൻസ് വരാതെ പ്രോപ്പർലി ആ ഒരു നോർത്ത് സൈഡ് വാളിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിംഗിൾ സ്ലോപ്ഡ് ആയതുകൊണ്ട് കാരണം നമ്മുടെ റൈസർ, ഓരോ സ്റ്റെയർ കേസിൻ്റെ റൈസർ ഹൈറ്റ് കൂടിയിട്ടില്ല. അത് 15 സെൻറ്റിമീറ്ററിൽ താഴെ തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു സ്റ്റീൽ സ്റ്റെയർ കേസ് ആവാനുള്ള കാരണം നമുക്കൊരു കുറച്ചുകൂടെയും ലൈറ്റ് ഫീൽ വേണമായിരുന്നു. കുറച്ച് കോൺക്രീറ്റ് സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ബൾക്കി ആയിട്ട് തോന്നും. അപ്പം ഈ സ്റ്റെയർ കേസ് കുറച്ചുകൂടെയും ഒരു ലൈറ്റ് സ്ലീക്ക് ഡിസൈൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റീൽ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫർദർ നമ്മൾ പോകുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോമൺ പാത്തിനെ ഹിൻഡർ ചെയ്യാണ്ട് ടുവേർഡ്സ് ദി കോർണർ ഡൈനിങ് ഏരിയ നീറ്റ്ലി ടഗ്ഡ് ഇൻ ആയിട്ടുണ്ട് ഈ ഒരു ഏരിയ. നമ്മൾ ഈ പ്ലാൻ നോക്കിയാൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഹോൾ പ്ലാനിൻ്റെ നടുക്ക് ഒരു സെൻറ്റർ പോർഷൻ ആയിട്ടാണ് വരുന്നത്. ടുവേർഡ്സ് ദ നോർത്ത് സൈഡ്, ഇത് NOC കിട്ടിയ ഒരു സൈഡ് കാരണം നമുക്കിവിടെ യാതൊരു വിൻഡോ ഓപ്പണിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം ഈ ഒരു ഏരിയയുടെ ഒരു നാച്ചുറൽ ലൈറ്റ് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുകളിൽ നിന്നുള്ള ഒരു നാച്ചുറൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തു. മുകളിൽ ഞങ്ങൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് ഒരു കട്ടൗട്ട് സ്പേസ് കൊടുത്ത് ഫർദർ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബിൽ ഒരു സ്കൈലൈറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു പ്ലാനിൻ്റെ ലീനിയർലി ഒരു സെക്ഷൻ വരച്ച് നമുക്ക് നോക്കാം. നമുക്ക് ലീനിയർ ആയിട്ട് ഒന്ന് സെക്ഷൻ നോക്കാം, അതുപോലെ തന്നെ ക്രോസ് ആയിട്ടും നമുക്കൊരു സെക്ഷൻ എടുത്ത് കാണാം. ഇതാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ ഒരു ലീനിയർ സെക്ഷൻ. ഇതിൽ നമുക്ക് കാണാം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലീനിയർ മോഡലിലായിട്ട് ഇവിടെ ഒരു സ്കൈലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് മുകളിലല്ല, കുറച്ച് മാറിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കാരണം നമ്മുടെ ഡൈനിങ് ടേബിളിൽ പ്ലേസ് ആവുകയോ അല്ലെങ്കിൽ അവിടെ ചൂട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കട്ടൗട്ട്സ് കുറച്ച് മാറി ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കട്ടൗട്ട്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു ലെഫ്റ്റും റൈറ്റിലുള്ള കട്ടൗട്ട്സിൽ കൂടെ ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ സെൻട്രൽ പോർഷൻ ഓഫ് ദ പ്ലാനിൽ വരുന്നത്. ഈ സ്ലീക്ക് മോഡലായിട്ടുള്ള സ്റ്റെയർ കേസ്, ബിക്കോസ് ഇറ്റ് ഇസ് സ്ലീക്ക്, അതിൻ്റേത് ഇടയ്ക്ക് കൂടെ ലൈറ്റ് വരാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അഗൈൻ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ സ്കൈലൈറ്റ്, ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്കൈലൈറ്റ് നമ്മുടെ ഈ ഡൈനിങ് ഏരിയൻ്റെ കുറച്ചുകൂടെയും ഇങ്ങോട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയും നമ്മുടെ ഡൈനിങ് ഏരിയയും ഡിഫ്യൂസ്ഡ് ലൈറ്റ് ഫ്രം ദി സ്കൈ വെൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഈ 6 സീറ്റർ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു വളരെ സിമ്പിൾ എന്നാൽ ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ള ഒരു കിച്ചനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു L ഷേപ്പ് മോഡൽ കിച്ചൻ, ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സൗത്ത് സൈഡിൽ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൺലൈറ്റ് ഈ കിച്ചൻ്റെ സിങ്ക് പൊസിഷനും അവിടെ തന്നെയാണ്. ഇവിടെ നിന്നുള്ള സൺലൈറ്റ് കാരണം ഇവിടുത്തെ ഡാംപ്നെസ്സും ആ വക പ്രോബ്ലം ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്കിൻ്റെ പൊസിഷൻ ടുവേർഡ്സ് ദി സൗത്ത് കൊടുത്തത്. ദെൻ വി ഹാവ് ആർ കുക്ക് ടോപ്പ് ഈസ്റ്റ് ഫേസിംഗ് ആണ്. ദെൻ ഈ കിച്ചൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു എക്സ്റ്റേണൽ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അപ്പം യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും കിച്ചണിനും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കോമൺ സ്പോട്ടിലാണ് നമ്മൾ നമ്മുടെ റെഫ്രിജറേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനിങ് എന്ന് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പം മെമ്പേഴ്സ് അഡീഷൻ ആവാം.
അപ്പം ഒരു ഫ്യൂച്ചറിൽ ഒരു എക്സ്ട്രാ സ്ലാബ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയയും ഞങ്ങൾ മുൻകൂട്ടി കണ്ട് അവിടെ അതിൻ്റെ ഒരു പ്രൊവിഷൻ വിട്ടിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. നമ്മുടെ ഈ സ്ലീക്ക് സ്റ്റെയർ കേസോട് എൻട്രി ചെയ്ത് എത്തുന്ന ഒരു കോമൺ ഏരിയ, ഇതാണ് ആ കോമൺ ഏരിയ. ഞങ്ങളൊരു ബ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു കോമൺ ഏരിയ ആണ് ആക്ച്വലി നമ്മുടെ ഹൗസിൻ്റെ ഒരു ലൈറ്റ് വെൽ. കാരണം ഈ ബ്രിഡ്ജിൻ്റെ തികച്ചും മുകളിലായിട്ടാണ് നമ്മുടെ സ്കൈലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദിസ് കോമൺ ഏരിയ നമ്മുടെ ബാക്കിയുള്ള റൂംസ്, 2 ബെഡ്റൂംസ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ്, ഈ റൈറ്റിലെ ലെഫ്റ്റിലെയും മുകളിലോട്ട് പോകുന്ന സ്റ്റെയർ കേസും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോമൺ പോയിന്റ് ആണ് നമ്മുടെ ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിൽ നിന്നും നമ്മൾ കട്ടൗട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള കട്ടൗട്ട്സ്. അപ്പം ഈ കട്ടൗട്ട്സിലൂടെയാണ് നമ്മുടെ ഈ മുകളിലത്തെ സ്കൈലൈറ്റ് എന്നുള്ള ലൈറ്റ് ഡിഫ്യൂസ് ചെയ്ത് താഴെ നമ്മുടെ ഡൈനിങ് ഏരിയയും ബാക്കി കോമൺ സ്പേസസിലുമായിട്ട് റീച്ച് ചെയ്യുന്നത്. ഫർദർ ആയിട്ട് ഈ ബ്രിഡ്ജിൽ നിന്ന് നേരെ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ ടുവേർഡ്സ് ദി ഈസ്റ്റ് സൈഡ് വി ഹാവ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ടുവേർഡ്സ് ദ നോർത്ത് സൈഡ് NOC കിട്ടിയ ഒരു വാൾ കാരണം നമുക്ക് അവിടെ യാതൊരു വിൻഡോ ഓപ്പണിങ്സും കൊടുക്കാൻ സാധ്യതയില്ല. അപ്പം ആ ഒരു ഫുൾ വാൾ ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ആൻഡ് ഒരു 5 ഡോർ വാർഡ്രോബ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബെഡ് പൊസിഷൻ ഒരു ചെറിയൊരു നിഷിലോട്ട് ടക്കിൻ ചെയ്തിട്ടാണ് ആ ബെഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഒരു സൈഡ് ടേബിളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ ആയിട്ട് 2 വിൻഡോസ് ഉണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രൊവിഷൻ ഉള്ള ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. വീണ്ടും ഈ ഒരു കോമൺ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ ടുവേർഡ്സ് വെസ്റ്റ് സൈഡ് മൂവ് ചെയ്യുമ്പോൾ വി ഹാവ് ബ്രദേഴ്സ് ബെഡ്റൂം. ബ്രദേഴ്സ് ബെഡ്റൂമിലും ഈ ഒരു നോർത്ത് വാളിലാണ് ഫുള്ളി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഒരു കിങ് സൈസ് ബെഡ്, സൈഡിൽ ഒരു സ്റ്റഡി ടേബിൾ ആൻഡ് എ സൈഡ് ടേബിൾ. ഫർദർ വെസ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ബാൽക്കണിയും ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കിട്ടി. താഴെയുള്ള സിറ്റ് ഔട്ടിൻ്റെ അതേ മുകളിലായിട്ടാണ് ഈ ബാൽക്കണി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ബെഡ്റൂമിൻ്റെയും പ്ലേസ്മെൻറ്റ് ഒരു ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻ തന്നെയാണ്. താഴെയുള്ള വാൾസിന് അതേപോലെ ഞങ്ങൾ മുകളിലും ഫോളോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റീസൺ ഇസ് നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഒരു സ്ട്രക്ചറലി ഇറ്റ് ഇസ് മച്ച് ഈസിയർ. സ്ട്രക്ചറലി ഈസിയർ ആണ് അങ്ങനെ ഒരു ലേ ഔട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി. ദെൻ ഫർദർ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിൽ നിന്നുള്ള 3rd ഏരിയ ആണ് നമ്മുടെ ടെറസ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ കേസ്. ടെറസ് ഫ്ലോർ പ്ലാൻ. ഈ ടെറസ് ഫ്ലോർ സ്റ്റെയർ കേസ് ഞങ്ങളൊരു U മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ലാൻഡിംഗ് സ്പേസ് താഴത്തെ 2 ബെഡ്റൂംസിൻ്റെയും ടോയ്ലറ്റിന് ഈക്വലി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് ചെന്നെത്തുന്ന ഈ ഒരു സ്റ്റെയർ റൂം ഒരു സ്ട്രാറ്റജിക്കലി ആണ് ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ലീനിയർ മോഡലിലായിട്ടുള്ള ഒരു പ്ലോട്ടിന് ഒരു ലീനിയർ സ്കൈലൈറ്റ് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ലീനിയർ സ്കൈലൈറ്റിന് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കുന്നതിന് പകരം ഇവിടുത്തെ സൗത്ത് നിന്ന് വരുന്ന സൺലൈറ്റ് ആവുന്നതും ബ്ലോക്ക് ചെയ്ത് ഒരു ഈവൻ ലൈറ്റ് ത്രൂ ഔട്ട് ദ ഡേ കൊടുക്കാനാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റെയർ കേസ് ഹെഡ് റൂം ഒരു സൗത്ത് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 1.7 സെൻറ്റ് പ്ലോട്ട്, ഒരു 4 അടി മാത്രം വീതി വരുന്ന ഒരു അപ്രോച്ച് റോഡ്. ബഡ്ജറ്റ് 23 ലക്ഷം. ഇത് 3-ൽ നിന്നുകൊണ്ട് 3 ബെഡ്റൂം വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട്. ഇതായിരുന്നു ഞങ്ങൾക്ക് ഗിവൺ റിക്വയർമെൻറ്റ്സ് ആൻഡ് ആ ചലഞ്ചസ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒരു വളരെ ടൈറ്റ്ലി പാക്ഡ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു എലിവേഷൻ കാണാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിലോട്ടുള്ള ഒരു വ്യൂ കിട്ടാനോ സാധ്യതയില്ലാത്ത ഒരു പ്ലോട്ട്. ഈ വീതി കുറഞ്ഞ പ്ലോട്ട് കാരണം നമ്മൾ എലിവേഷനിൽ ഒരുപാട് ടൈമും എഫേർട്ടും മണിയും സ്പെൻഡ് ചെയ്യാണ്ട് അത്രയും ബഡ്ജറ്റ് ഞങ്ങൾ ഇൻറ്റീരിയറിലോട്ടാണ് ഫോക്കസ് ചെയ്തത്. ഒരു വളരെ ഇൻറ്റീരിയർ സെൻട്രിക്, ഒരു വളരെ കോസി വോം തീമുള്ള ഒരു മിനിമലിസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ആണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിന് അപ്രോച്ചായിട്ട് ചെയ്തത്. നമുക്ക് ഈ വീടിൻ്റെ കല്ലിട്ടപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു, ഇതുപോലത്തെ ഒരു പ്ലോട്ടിൽ, ഇത്രയും കുഞ്ഞു പ്ലോട്ടിൽ ഇങ്ങനത്തെ ഒരു വീട് പണിയാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ ഹൗസ് വാമിങ്ങിൽ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ ഇത്രയൊരു ചെറിയൊരു സ്ഥലത്ത് അവർ കണ്ട സ്ഥലത്തിലുള്ള ഒരു പറ്റിയ വീടല്ല അവർ വന്ന് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്ര അതിമനോഹരമായിട്ടൊരു വീട് പണിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് സ്പേഷ്യസ് തോന്നിക്കുന്നുണ്ടായിരുന്നു.
കുഞ്ഞു കുഞ്ഞു റൂമുകളല്ല, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 5 സെൻറ്റിൽ 6 സെൻറ്റിൽ പണിത വീട് പോലെയായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്.